2012 ആദ്യ XUV 500 വരുന്നത്. അന്ന് വാഹന ലോകം ഞെട്ടിത്തെറിച്ച ഒരു സമയമായിരുന്നു. കാരണം അതുവരെ ഉണ്ടായിരുന്ന വാഹന സങ്കല്പങ്ങളിൽ നിന്നൊരു മാറ്റം തന്നെയായിരുന്നു XUV 500 ആക്കി. കാലക്രമേണ അതിന്റെ ഫീച്ചേഴ്സുകൾ പോരാ എന്ന് മഹേന്ദ്ര കമ്പനിക്ക് തന്നെ തോന്നിയിട്ടായിരിക്കാം 2021 ഈ കാണുന്ന രൂപത്തിൽ ആദ്യ XUV 700 വരുന്നത്. അപ്പോ എന്തായാലും ആ ഒരു പരമ്പരാഗത രീതി എന്തായാലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ XUV 500 പല ഭാഗങ്ങളും ഇതിനകത്ത് നമുക്ക് കണ്ടുവന്നിരുന്നെങ്കിലും ഈ കാണുന്ന ഈ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലും ഭാവത്തിലാണ് അന്ന് ഈ ഒരു മോഡലിനെ ഇറക്കിയത്. ശരിക്കും ഇതൊരു ഗ്ലോബൽ XUV കാറ്റഗറി പെടുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ വണ്ടി അയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇറക്കുമതി ചെയ്ത് നല്ല രീതിയിൽ തന്നെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സോട് കൂടി ഇത്രയും ഭംഗിയിൽ ഒരു വാഹനം നിലവിലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഈ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് ഉപയോഗിച്ച ആള് പറയാനാണ് അതിന്റെ ഒരു വിശ്വാസത കൂടുതൽ വരുള്ളൂ. അപ്പോൾ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ചാലക്കുടിയിലുള്ള ബാലിച്ചാനാണ്. ബാലിച്ചാട്ട, സ്വാഗതം. താങ്ക് യു. സുഖാണെന്ന് വിചാരിക്കുന്നു. സുഖം. അപ്പോ നമുക്ക് നേരെ കാര്യത്തിൽ പോവാം. എന്തുകൊണ്ടാണ് XUV 700? ആക്ച്വലി ആദ്യം ഈ വണ്ടിയുടെ ഷേപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നതാ. മുൻവശമാണോ? അല്ല, ഇത് മൊത്തത്തില് നമ്മളിപ്പോ ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്ത വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ആക്ച്വലി ലുക്ക് വൈസ് 500 എന്നൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ. ഫസ്റ്റ് വണ്ടി ഇറങ്ങിയ ഹൈപ്പ് സംഭവങ്ങളൊക്കെ നോക്കിയപ്പോ എനിക്ക് ആദ്യം വണ്ടി കണ്ടപ്പോ അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ സ്കോർപിയോ എടുക്കണം, പിന്നെ വേറെ 2-3 വണ്ടി തന്നെ, പിന്നെ വേറെ 2-3 വണ്ടികളിലേക്കൊക്കെ പോയി. അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഒരു ദിവസം ഞാൻ സ്കോർപിയോ ഓടിച്ചു. എനിക്ക് കംഫർട്ടബിൾ ഇഷ്ടപ്പെട്ടു, ഒരു 4x4. പിന്നെ അത് ഫാമിലി യൂസ് ആണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആ വണ്ടി കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. വണ്ടികൾ വളരെ കേപ്പബിലിറ്റി ഉള്ള വണ്ടിയൊക്കെയാണ്. പക്ഷെ ഇപ്പോ നമ്മളിങ്ങനെ എന്താ പറയാ, ബോഡി റോൾ ഇത്തിരി കൂടുതലുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ എന്നോട് അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു പ്രീമിയം വെഹിക്കിൾ എനിക്ക് മുന്നേ ഞാൻ ഓൺ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒരു പ്രീമിയം വെഹിക്കിളിലേക്ക് പോവാമെന്ന് വിചാരിച്ചൊരു 35-40 lakhs ആ റേഞ്ചിലേക്കൊക്കെ പോവാന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രീ ഓൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫ്രഷ് എടുത്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അത് ഭയങ്കര ഒരു വ്യത്യാസം. അങ്ങനെ ഇതൊന്ന് ഞാൻ ഓടിച്ചു നോക്കി. ഫ്രഷ് വണ്ടി ബ്രോവിൻ എന്ന് പറയും, നമ്മുടെ ഹീറോ മോട്ടോഴ്സിലെ. അത് ഓടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എനിക്ക് മാറി. ഇതിന് മുന്നേ ഓടിച്ച് ജീപ്പ് കോമ്പസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കംഫർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഓടിക്കാനുള്ള ഇതും പവറും. അത് മാനുവൽ ആയിരുന്നു, ഇത് ഓട്ടോമാറ്റിക് ആണ്. കോമ്പസ് മാനുവൽ ആയിരുന്നു. അത് മാനുവൽ ഉണ്ടായിരുന്നു. അത് ഞാനൊക്കെ എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ഓട്ടോമാറ്റിക് മോഡൽ ഇറങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞ് ഇത് ഓടിച്ചൊക്കെ എനിക്ക് ആ ഒരു ഇത് മാറി. ഇത് മേടിക്കുമ്പോ കോമ്പസ് കയ്യിലുണ്ട്? ഇല്ല, ഇത് മേടിക്കുമ്പോ ഒരു N-Line ആയിരുന്നു, i20 N-Line. വീട് പണിയൊക്കെ. അപ്പൊ ഏതൊക്കെ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ? വണ്ടികൾ ഉപയോഗിച്ച ഫസ്റ്റ് വണ്ടി റിഡ്സ് ഫസ്റ്റ്, അത് കഴിഞ്ഞൊരു സിയാസ്, അത് കഴിഞ്ഞിട്ട് ഒരു പോളോ, ശരി, അത് കഴിഞ്ഞിട്ട് ജീപ്പ് കോമ്പസ്, പിന്നെ ഒരു എ ക്ലാസ് ഉണ്ടായിരുന്നു, ബെൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് N-Line, i20 N-Line ഉണ്ടായിരുന്നു. മഹേന്ദ്രയുടെ ഫസ്റ്റ് വണ്ടിയാണ്. മഹേന്ദ്രയുടെ ഫസ്റ്റ് വണ്ടിയാണ്. N-Line എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടി തന്നെയായിരുന്നു. പക്ഷെ അത് ലോങ് ഡ്രൈവ് ഒന്നും നടക്കില്ല. ശരിയാ. ലോങ് ഒക്കെ പോയിട്ട് നമുക്ക് ഒരുപാട് ബോഡി പെയിൻ, ചെറിയ വണ്ടിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫാമിലിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം മാത്രമല്ല. ബാക്കി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മഹേന്ദ്ര ഫസ്റ്റ് വണ്ടിയാണ്. ഇതിപ്പോ നോർമലി പറയുകയാണെങ്കിൽ ഒരു 1.5 yearലൊക്കെ ഞാൻ വണ്ടി മാറ്റാറുണ്ട്. ഇതിപ്പോ അങ്ങനെ മാറ്റാനുള്ള ഒരു തോന്നുന്നില്ല. കാരണം വെച്ചാല് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ നിന്നൊരു അപ്ഗ്രേഡേഷൻ എന്ന് പറയണത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഓൾറെഡി, അത് വെച്ചാല് ഇതൊരു മിഡിൽ വേർഷൻ ആണ്, X5 ആണല്ലോ. ഇതിന് ടോപ്പ് എൻഡ് ഒരു 31 അടുത്തോ 30 സംതിങ് വരുന്നുണ്ട്. ഒരു 5.5 lakhs ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് ടോപ്പ് എൻഡ് എടുക്കണേനും അത്യാവശ്യം എല്ലാ ഓപ്ഷനും ഇതിലുണ്ട്, ഈ വണ്ടിയിലുണ്ട്. അഡാസ് എന്നുള്ള സംഭവം അങ്ങനത്തെ ഇപ്പൊ ഇതിന്റെ ലേറ്റസ്റ്റ് മോഡൽ X5 പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട്. ഇതില് കൊടുത്തിട്ടില്ല. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ ഇതില് 60 എന്നാണ് എന്റെ ഒരു ഓർമ്മ. കിലോമീറ്ററിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ബൂസ്റ്റർ ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക്കലി, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്ന മോഡലിന് ഇല്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ മാനുവൽ ആൾക്കാരാണ്, മതി. ഇപ്പൊ ടച്ച് സ്ക്രീൻ സെയിം, സ്പീക്കറിന്റെ കുഴപ്പം. പക്ഷെ ഇതിലുള്ള
സ്പീക്കർ തന്നെ നന്നായിട്ട് പറയും. ബോസാണോ? ബോസ് അല്ല, ടോപ്പ് എൻഡിൽ മാത്രമേ അതുള്ളൂ. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമൊക്കെയാണ്. നല്ല നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ അഡാസ് പിന്നെ ശരിക്കും ആവശ്യമില്ല. എന്റെ ഫ്രണ്ട്സ്, ഞാനിത് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലിജോ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ആളോടും കൂടി ഞാൻ കൺസിഡർ ചെയ്തു. പിന്നെ വേറൊരു ഫ്രണ്ട് മോനിഷ് ഉണ്ട്, അത് വിട്ടുള്ളതല്ല. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു. ലിജോ ഭയങ്കരമായിട്ട് എന്നോട് ധൈര്യമായിട്ട് എടുത്തോളം പറഞ്ഞു. അപ്പൊ അവൻ അഡാസുള്ള ടോപ്പ് എൻഡ് എടുത്തങ്ങനെ. നമ്മൾ അതിന്റെ ആവശ്യമില്ല. ഞാനൊക്കെ ഫീച്ചറുകൾ പകുതിയൊക്കെ ഓഫ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ. പ്രത്യേകിച്ച് ചാലക്കുടി പോലുള്ള സിറ്റിയിലൊക്കെ അല്ലെ, നമ്മൾ വല്ലപ്പോഴും ലോങ് പോകും. പിന്നെ ടൗണിലേക്ക് പോകാനായിട്ട് വേറെ വണ്ടി ഉണ്ട്. അപ്പൊ അത് വണ്ടി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ബെൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു സെഡാൻ ആണ്. നമ്മൾ പ്രോപ്പർ എക്സ്യൂവി ഇതിന് മുന്നുണ്ടായിരുന്ന ജീപ്പ് കോമ്പസ് ആണ്. ഇത് അതിനും കംഫർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിന്റെ ഇപ്പൊ ഒരു 3-4 റൈഡിങ് മോഡ് ഉണ്ട്. അതിലെ ടോപ്പിൽ സിപ്പില് രണ്ടാമത്തേല് സിപ്പ് കാണുമ്പോ മൈലേജ് അല്ലല്ല, അതൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുള്ളത് നോർമൽ. അല്ല, സിപ്പ്, സാപ്പ്, സാപ്പ് അതാകുമ്പോ അത്യാവശ്യം പവറും അത്യാവശ്യം മൈലേജും എല്ലാം ഉണ്ട്. ഇപ്പൊ 40 എബോ കിട്ടുന്നുണ്ട്, 40 കിട്ടും. ഹൈവേയിലൊക്കെ 140 കിട്ടുന്നുണ്ട്. അത് കണ്ടിന്യൂസ്ലി കിട്ടുന്നുണ്ട്. അതിൽ ഓടിച്ചിട്ടുണ്ട്. അതിൽ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ലോങ് ഹൈവേയിലൊക്കെ പോയില്ലേ, അപ്പൊ അത് ഓടിച്ച ഏകദേശം നമ്മുടെ ഈ എറണാകുളം ചാലക്കുടി അല്ല, ശരിക്കും തൃശ്ശൂർ ടു പാലക്കാട് ആ റേഞ്ച് അങ്ങനെ പോയില്ലേ, കോയമ്പത്തൂർ ആ റേഞ്ച് അവിടെയൊക്കെ പോകുമ്പോ ആ മൂഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കംഫർട്ടും ആണ്. അത് 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 മാത്രല്ല, ഈ സ്റ്റിയറിംഗ് കുറച്ചും കൂടിയും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് മാറും. ഇത്രയും ഒരു എന്താ പറയാ, ഒരു ലാഗല്ല. ഇതിപ്പോ ഒരു ചെറിയ വിരലുകൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് പോവാം. അത്രയും കംഫർട്ടാണ് വണ്ടി. പിന്നെ 7 സീറ്റർ ആണ്. പിന്നെ ഒക്കേഷനിൽ എവിടെയൊക്കെ പോകുമ്പോ കുറെ കൂടി കംഫർട്ടാണ്. പിന്നെ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ ആ സമയത്ത് ഇനോവ ഹൈക്രോസും കൂടി നോക്കിയിരുന്നു. ഒരു മോഡല് ആ സമയത്ത് ലോഞ്ച് ആയപ്പോ പെട്ടെന്ന് കിട്ടുന്ന വെച്ചിട്ട് ബുക്ക് ചെയ്തതാ. അപ്പൊ അവര് പറഞ്ഞു മിനിമം 6 മന്ത് വേണം എന്ന് പറഞ്ഞു. പിന്നെ ഇത് ഓടിക്കുന്ന മുന്നാണ് അത് ഓടിക്കുന്നതിന് മുമ്പ്. പിന്നെ അത് അത്രയും വെയിറ്റിംഗ് പീരീഡും പറഞ്ഞു. പിന്നെ ഒരു 34 lakhs അങ്ങോട്ട് അടുത്ത് അതിന്റെ റേറ്റ് വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ്. അതിനുശേഷമാണ് ഇത് നോക്കിയപ്പോ എനിക്ക് ഡീസൽ വണ്ടികളോട് കുറച്ചും കൂടി താല്പര്യം കൂടുതലാണ്. പെട്രോളിനെ ആ ടോർക്ക് കിട്ടില്ലേ, അപ്പൊ അത് ഓടിക്കുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ശരിക്കും ആ ഹൈക്രോസ് ഒന്ന് ബുക്ക് ചെയ്യാതിരുന്ന് നന്നായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ഇത് എത്ര സമയം എടുത്ത് കിട്ടാനായിട്ട്? അതും ഒരു ഇതായിരുന്നു. ഞാന് മഹീന്ദ്രയിൽ ചെന്ന് സംസാരിച്ച്, അവിടെ സിജോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു. നമ്മള് ഫിനാൻസ് ഒക്കെ ഞാൻ മുന്നേ ചെയ്തായിരുന്നു. അപ്പൊ i20 ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ അവര് എന്തുകൊണ്ടായിരുന്നു ഇപ്പൊ പൂട്ടിപ്പോയത്, NCS അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യത്തെ വണ്ടിയൊക്കെ അവരായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ വിളിച്ച സിജോനോട് സംസാരിച്ചു. സിജോ പറഞ്ഞു ഞാൻ മഹീന്ദ്രയിലുണ്ട്, സാറിന് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. ബ്രോവിനും സിജോനൊക്കെ നല്ലതായിരുന്നു. പിന്നെ സർവീസിൽ മെയിൻ ഞാൻ അത്ര വണ്ടി യൂസ് ചെയ്തിട്ടില്ലേ. കോമ്പസ് ഒക്കെ ഫസ്റ്റ് സർവീസിന് എന്റെ ഒരു 15 രൂപയെങ്കിലും പോയിട്ടുണ്ട്. ഇതെനിക്ക് ഫസ്റ്റ് സർവീസിന് എത്ര റേറ്റ് എന്ന് പറയാം, 4000 രൂപ ഫസ്റ്റ് സർവീസ്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. 13,000-14,000 കിലോമീറ്ററിന് അടുത്താവുന്നു. 4000 രൂപ. മാരുതി 800 അതുവരെ, അത് ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസും അന്നായിരിക്കും. പക്ഷെ എഞ്ചിൻ ഓയിലും സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴും അത്രേ ആയിട്ടുള്ളൂ, 4000 രൂപ. അതൊക്കെ നോക്കുമ്പോ ഭയങ്കര ഇതല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സർവീസ് ജീപ്പ് കോമ്പസ് ചെയ്തപ്പോ ഫസ്റ്റ് സർവീസ് എന്നല്ല പറഞ്ഞ, സെക്കൻഡ് സർവീസ് 1000-ല പറഞ്ഞ, അവർക്ക് 15,000-ലാ, ഇവർക്ക് 5,000-ലാണ്ടായിരുന്നു. അല്ല 10,000-ലായിരുന്നു. 10,000-ൽ ചെയ്തപ്പോ 4,000 രൂപ, അവിടെ 15,000-ൽ 15,000. ഒരുപാട് മാറ്റമുണ്ട് അല്ലേ. ഹൈക്രോസിന് 6 മാസം ബുക്കിംഗ് പറഞ്ഞില്ലേ, ഇതിന് ഒരു എത്ര പറഞ്ഞിട്ടുണ്ടാവും? ഇല്ല, ഞാനപ്പോ ആ സമയത്ത് വണ്ടി ഉണ്ടോന്ന് നോക്കിയിരുന്നു. നോക്കിയപ്പോ വണ്ടി അവൈലബിലിറ്റി AX5 ഉണ്ടായിരുന്നു. പിന്നെ AX7 ഉണ്ടായിരുന്നു, ഒരു റെഡ് കളർ ആയിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഞാൻ അതെന്ന് വെച്ചാൽ നേരെ പോയി വണ്ടി നോക്കി. അപ്പൊ വണ്ടി സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതിലൊരു AX5 വണ്ടി റെഡി കിടക്കണ്ടായിരുന്നു. പിന്നെ പേയ്മെന്റ് ചെയ്ത് ഒരു 5 ദിവസം വണ്ടി കിട്ടി. 5-6 ദിവസം കൊണ്ട് വണ്ടി കുറെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പൊ കിട്ടി. ഇപ്പൊ ലേറ്റസ്റ്റ് ലാസ്റ്റ് മന്ത് ഞാൻ എന്റെ ഫ്രണ്ടിന് പ്രിഫർ ചെയ്തു. രണ്ടുപേർക്ക് ഞാൻ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെന്നെ. ഇപ്പൊ തിരിച്ച് ആളോട് ഞാൻ പറഞ്ഞു, ആള് ഫുൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കിട്ടി. വണ്ടി കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ പോണതിന് മുന്നേ വണ്ടി കിട്ടിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് വരുന്നുണ്ട്. ഇത് എത്രയായി ഓൺ റോഡ് പ്രൈസ്? ഇത് ഞാൻ എടുക്കുമ്പോ 2023 ആണ്. അത് 26,50 ഓൺ റോഡ്.
13,000 കിലോമീറ്റർ ആയിരുന്നല്ലോ പറഞ്ഞത്. അതെ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്യൂസ് സർവീസിൽ ഞാനൊരു റീകോൾ ഉണ്ടായിരുന്നു. ഒരു റീകോൾ കഴിഞ്ഞിട്ട് അത് നിസ്സാരമായിട്ടൊരു കാര്യമായിരുന്നു. അപ്പൊ ഞാനത് ഷോറൂമിൽ പോയപ്പോ അവിടുത്തെ സ്റ്റാഫ് അത് ചെയ്തു തന്നൊരു അരമണിക്കൂറിന്റെ കേസ് ഉണ്ടായിരുന്നുള്ളൂ റീകോളിന്റെ. അതെന്തോ ഒരു ബാറ്ററിയുടെ ഒരു സ്റ്റാൻഡിന്റെയും പിന്നെ 2 വയർ തമ്മിൽ ടച്ച് ആവണം അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു റീകോൾ ഉണ്ടായിരുന്നത്. അപ്പൊ ചെയ്ത് തന്ന് വിട്ടിട്ട് പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് ട്രിപ്പ് പോയി വളാഞ്ചേരി എത്തി കഴിഞ്ഞപ്പോ വണ്ടിയുടെ DPF എന്തോ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ കാണിച്ചതില് ഒരു വാണിംഗ് കാണിച്ചു. അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ DF ചെയ്യുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വണ്ടി നമ്മൾ സൈഡിൽ ഒതുക്കിയിടണം. അതായത് ഒന്നല്ല, ഈ ഡീസൽ വണ്ടിയാണല്ലോ, അപ്പൊ നമ്മള് മറ്റേ ആഡ് ബ്ലൂ ഫില്ല് ചെയ്യണ്ടല്ലോ. അപ്പൊ ആഡ് ബ്ലൂ കൂടി ഇട്ട് സൈലൻസറിന്റെ ഉള്ളത് നമ്മൾ കാലോടുത്ത് ഓടിക്കാണ്ടെന്നൊക്കെ പറയും അവര്. അങ്ങനെ ബാൻ ചെയ്ത് കളയുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ BS6 ഇതിന്റെ 2 ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്. അപ്പൊ ആ DPF വാണിംഗ് കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോ 40 കിലോമീറ്ററിന് മേലെ വണ്ടി കാണിക്കാനില്ല, വണ്ടി പോണില്ല, എൻജിൻ വാണിംഗ് കാണിച്ചു. അപ്പൊ രാത്രി ഒരു 8 മണി ഉണ്ടാവും. അപ്പൊ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടാവും? ഒരു 2000 ഓടി തുടങ്ങിയിട്ടുള്ളൂ. 1800 2000 താഴെ ആയിട്ടുള്ളൂ. അപ്പോ അങ്ങനത്തെ സംഭവം കാണിച്ച് ഇപ്പൊ ഞാൻ നേരെ ബ്രോവിനെ കോണ്ടാക്ട് ചെയ്തു. ബ്രോവിൻ പറഞ്ഞു വളാഞ്ചേരിയാണ്, അപ്പൊ അവിടെ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് അവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു സംഭവമില്ല. അപ്പൊ ഞാൻ നേരെ ഇപ്പൊ ആരും അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാനുള്ള പറ്റണല്ലോ ബ്രോവിനാണ്ട്. അപ്പൊ സിജോനെ വിളിച്ചു. സിജോ വിളിച്ചപ്പോ സിജോ വേഗം ആരോ സർവീസ് മാനേജറെയോ അതോ GM-നെയോ ആ 2 സർവീസിൽ GM-നെ ആരോ വിളിച്ചിട്ട് നമ്മൾ മലപ്പുറത്തുള്ള ഇറ മോട്ടേഴ്സിൽ കോണ്ടാക്ട് ചെയ്ത് അവിടുന്ന് അവിടുത്തെ സർവീസ് GM ആള് പേര് നല്ലൊരു മനുഷ്യനാട്ടോ. അതല്ലേ. രാത്രി 8 മണിക്ക് പറ്റിയിട്ട് 10 മണി ആവുമ്പോഴേക്കും എന്റെ അടുത്ത് സർവീസിലെ ആൾക്കാർ വന്നു. അവരെ എയർ ബ്രീത്ത് ഉണ്ടല്ലോ, അതിന്റെ അവിടെ എന്തൊരു സ്ക്രൂ ലൂസ് ആയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് ടൈറ്റ് ചെയ്തൊക്കെ തന്നു. അപ്പൊ അതിനു മുന്നേ അവർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് റോഡ് അസിസ്റ്റൻസ് ഉള്ളതാണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും റൂം എടുത്തോ, അതിന്റെയൊക്കെ പേയ്മെന്റ് നമ്മൾ തരാം എന്നുള്ള ലെവലിലൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞു നമ്മൾ ഇത്രയും പ്രീമിയം വണ്ടി എടുത്തിട്ട് വരാൻ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറയാണ്, അപ്പൊ അങ്ങനത്തെ ഒരു അവരുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഉള്ളൊരു ഉണ്ടായി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞാൻ ആ സമയത്ത് ഇനിയിപ്പോ എങ്ങും പോകാൻ കാരണം നമ്മളിപ്പോ ഓൾറെഡി അവിടെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു യാത്ര പോകണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം വേറെ സ്ഥലത്തേക്ക് പോകാണ്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോണേ. ഞാൻ ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു, അനിയൻ ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, മോള്, ഞങ്ങൾ അങ്ങനെ ഫുൾ ആൾക്കാരായിട്ട് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10:30-11 മണി പറയുമ്പോഴേക്കും അവര് വന്ന് 10:30 ഇപ്പൊ അവരൊന്ന് ശരിയാക്കി തന്നു. നമ്മൾ പോയി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ പോയി എന്താ പറയാ, നമ്മൾ പോകേണ്ട കാര്യങ്ങളൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഞാൻ ഇവിടെ നിന്ന് മലക്കപ്പാറ പോയി തിരിച്ചു വന്നു. വീണ്ടും ഈ സെയിം സംഭവം കാണിക്കുന്നത്. അപ്പോ സർവീസിൽ വിളിച്ചപ്പോ അവിടെ അല്ല. അപ്പൊ എനിക്ക് സിജോ എന്ന് പറഞ്ഞ ആള്, ഇവിടുത്തെ ലിൻഡോ എന്ന് പറയും സർവീസ് കുട്ടനല്ലൂർ അല്ല, ഇവിടെ നമ്മൾ കുട്ടനല്ലൂർ ഇറല്ലേ ലിൻഡോ എന്ന് പറഞ്ഞിട്ട് അവരുടെ GM ഉണ്ട് സർവീസ്. ആള് ചാലുകൂടി, കാരണം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആളന്ന് ആദ്യമായിട്ട് പരിചയപ്പെട്ടു. ആളെ പരിചയപ്പെട്ട ആള് വന്നു, ഞാൻ കാര്യം പറഞ്ഞു. ആള് നേരിട്ട് തന്നെ വന്ന് നിന്ന് പിള്ളേരുടെ കൂടെ കാര്യങ്ങൾ കംപ്ലൈന്റ് ചെയ്തു. ഇതിന്റെ DF-ന്റെ ഒരു പൈപ്പ് വരുന്നുണ്ട്, ആ പൈപ്പിൽ ചെറിയ കട്ടിങ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അവരെന്താ ചെയ്ത എയർ ആൻഡ് ബ്രീത്തിന്റെ ആ ഒരു ഇത് ഇങ്ങനെ മടങ്ങി ഇരുന്നിട്ട് പ്രോപ്പർ ആയിട്ട് ബ്രീത്തിങ് എടുക്കാൻ പറ്റാത്തൊരു സിസ്റ്റം ആയിരുന്നു. അത് ആരായിരിക്കും ചെയ്തതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് എടുത്ത് വെച്ചപ്പോ അതെന്തോ ഇതായതാണ്. അപ്പൊ അതിലൊരു ചെറിയതുണ്ട്. അതും എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ആ സംഭവം ചെയ്ത 2500 ഉണ്ട് അതിന്റെ ഒരു ചാർജ് ഉണ്ട്. അതും പിന്നെ ഈ സംഭവം ചെയ്തു. അതിനുശേഷം ഒരു കുഴപ്പമില്ല. എന്തുണ്ടെങ്കിലും സർവീസിന് പോകുമ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും ആളെന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് പോകും. ഭയങ്കര ഒരു ഇതാണ് അത് വെച്ചാൽ നമ്മൾ പറയും ചില ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് റെസ്പോണ്ട് ചെയ്യണില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല അനുഭവമായിരുന്നു. അതൊക്കെ മഹീന്ദ്രയുടെ സൈഡിൽ നിന്ന്. കാരണം വെച്ചാല് എല്ലാവരും പറയും ഇന്ത്യൻ പക്ഷെ ഞാൻ പറയട്ടെ, ഇത്ര നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി, ഇത്രയും ഇപ്പൊ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്രെറ്റ എടുക്കുന്ന ആൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ക്രെറ്റയ്ക്ക്. ഓൺ റോഡ് പ്രൈസ് ഫുൾ ഓപ്ഷൻ എത്ര? 26. അതിലൊരു ഡാഷ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതിലല്ലാണ്ട് 2.2 ലിറ്റർ എഞ്ചിനായി, നല്ല പവറുള്ള എഞ്ചിനായി. നമ്മൾ ക്രെറ്റ എന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുള്ളൂ, 185 BH പവർ ഉണ്ട്. ക്രെറ്റയ്ക്ക് നിങ്ങൾക്ക് ഒരു 16 കിലോമീറ്റർ 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതിന് കൂടുതലൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 14 ഉണ്ട്, അതിന് കംഫർട്ടാണ്. 7 സീറ്റർ വേണ്ട സമയത്ത് 7 സീറ്റർ യൂസ് ചെയ്യാം. ഞാൻ ആ സമയത്ത് ഓൾറെഡി നമ്മുടെ ഹൽക്കസാർ നോക്കിയിരുന്നു.
അൽക്കസാർ നോക്കിയിരുന്ന എന്നോട് അവിടുത്തെ പിള്ളേർ തന്നെ പറഞ്ഞു അൽക്കസാർ വേണ്ട സാറേ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഫേസ് ലിഫ്റ്റ് വന്നാണ് പിന്നെയും കുറച്ച് ബെറ്റർ ആയിട്ട് മാറ്റുണ്ട്. പഴയതിനൊക്കെ വെച്ച് നോക്കുമ്പോ ആ സമയത്ത് അതിന്റെ ഒരു അതിൽ ഡീസൽ എഞ്ചിൻ 1.5 പവർ കുറവ് തന്നെയാണ് ശരിക്കും പറയാൻ. നമ്മൾ ഇതിന്റെ കമ്പയറേറ്റ് വെച്ച് നോക്കുമ്പോ നോർമൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കാം. അതല്ല ഞാൻ പറയണില്ല. ഡ്രൈവിംഗ് പ്രാന്ത് പിടിച്ച ആൾക്കാർക്ക് പ്രാന്തെന്നല്ല, ഒത്തിരി പവറൊക്കെ വേണം എന്നിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മോശമെന്നല്ല, കറക്റ്റ് മോശമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു. കുറച്ചും കൂടെ നമ്മൾ പവർ കിട്ടും. ഞാനൊക്കെ വല്ലപ്പോഴും വണ്ടി ഓടിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഇത്തിരി ഡീസൽ പോയാലും കുറച്ച് കംഫർട്ടായിട്ട് പോവാം. ഇത്തിരി കാല് കൊടുക്കുന്ന സമയത്ത് കാല് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറ്റില്ലെങ്കിലും പക്ഷെ ഇവിടുന്നാണ്ട് കടന്നു കഴിഞ്ഞാൽ കേരളം മാത്രമല്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങാനും നല്ലൊരു വണ്ടി ഓടിക്കാം. ഇതിന്റെ തേർഡ് റോ സീറ്റിൽ ചേട്ടൻ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇരുന്നിട്ടില്ല. 200 എന്നിട്ട് പറഞ്ഞ ഇത് വൈഫാണ് ഇരിക്കുക ചില സമയങ്ങളിൽ. ഇപ്പൊ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വൈഫ് മാത്രമാണ് ഇരിക്കുക, മോളിരിക്കുക. അവർക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഹൈ റേഞ്ച് കയറുമ്പോൾ ഓൾറെഡി അറിയാലോ, നമ്മൾ ഇങ്ങനത്തെ വണ്ടിയാകുമ്പോൾ ചെറിയൊരു ചിലവർക്കൊരു എന്തായാലും 7 സീറ്റർ വാഹനത്തില് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും. അത് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളെപ്പോഴും ഫുൾ ആയിട്ടുള്ള യാത്രകൾ വളരെ കുറവാണ്. സെക്കൻഡ് റോ സീറ്റിലോ? സെക്കൻഡ് റോ കംഫർട്ടാണ്. അതിന് പുഷ് ബാക്ക് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല കംഫർട്ട് ആയിട്ട് ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം. അവിടെ മൂന്ന് പേർക്ക് ഒരു കുട്ടിക്കും കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. തേർഡ് റോയില്, സെക്കൻഡ് റോയിൽ പിള്ളേരുകള് ഒരു 10-12 വയസ്സ് ഉള്ള കുട്ടികളൊക്കെ കംഫർട്ട് ആയിട്ട് അവർ ഇരുന്നോളും. ഓടിച്ച ശേഷം വേറെ നോക്കിയിരുന്ന സഫാരിയോ പോയില്ല? ഇല്ല, സഫാരി ഞാൻ ഓടിച്ചു നോക്കിയിരുന്നു. പുതിയ വണ്ടി ഓടിച്ചു നോക്കിയിരുന്നു. അത് വൈഫിന് താല്പര്യമില്ല, ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഓടിക്കുമ്പോ വൈഫ് കൂടി ഉണ്ടായിരുന്നോ? അവരൊക്കെ ഇരുത്തിട്ടാണ് നോക്കിയത്. നമ്മള് മതം കംഫർട്ട് നോക്കിയിട്ട് കാര്യമില്ല, അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. 50 കിലോമീറ്ററിലൊക്കെ വരുമ്പോഴേ നമ്മളൊരു ചെറിയ ഹമ്പ് കണ്ടില്ലേ, ഹമ്പ് കണ്ട് ബ്രേക്ക് ഒന്നും ചോട്ടണ്ട, നമ്മുടെ ഉള്ളിലൊന്നും അറിയില്ല, ആ വണ്ടി കണ്ട് നൈസായിട്ട് കടന്നു പോക്കോളും, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഈ കളറ് ഇത് തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം ബ്ലാക്കിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മുടെ ഉണ്ടായിരുന്ന അവരുടെ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്നല്ല, ഇതിന് എന്തൊരു ബ്ലാക്ക് തന്നെ അവര് പറയണേ. ആണോ? അതിന്റെ പേര് ഞാൻ പറഞ്ഞു. നെപ്പോളിയൻ ബ്ലാക്ക് ഒന്നല്ല. അല്ല, നെപ്പോളിയൻ ബ്ലാക്ക് എന്നല്ല, അതാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അല്ല, ഒരു 6 മന്ത് ആയിട്ടുണ്ടാവുള്ളൂ ആ ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഇപ്പൊ എല്ലാവരും ബ്ലാക്ക് എഡിഷൻ ഇറക്കിയപ്പോ അതിന്റെ കൂട്ടത്തിൽ ആദ്യം ഇറക്കിയത് സഫാരി ഹാരിയറാണ്. പക്ഷേ നമ്മള് ഒരു കാണുമ്പോ ബ്ലാക്കും ബ്ലൂവും കൂടി കാണുമ്പോൾ വലിയ വ്യത്യാസം തോന്നണമെന്നില്ല. സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് പറഞ്ഞാൽ ബ്ലാക്കിനെക്കാളും കുറച്ചുകൂടി കാണാൻ രസം ബ്ലൂ ആയിരിക്കും. ബ്ലൂ ആണ്. അതായത് ഈ അലോയിലിന്റെ കളറും ഇതിന്റെ കളറും എല്ലാം കൂടെ വരുമ്പോ ഈ ബ്ലൂ തന്നെയാണ് നല്ലത്. ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ മഹേന്ദ്ര ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കി പഠിച്ചു. ബാക്കിയുള്ളവരൊക്കെ വണ്ടിയുടെ ഡിസൈൻമ പോയപ്പോ ആ സമയത്ത് മഹീന്ദ്ര സ്പെൻഡ് ചെയ്ത എഞ്ചിന് വേണ്ടി, ഡീസൽ എഞ്ചിന് വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രൂവൻറ്റി ഇപ്പോ ആ എഞ്ചിൻ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പലരും പെട്രോൾ എഞ്ചിനിലേക്ക് മാറി. ആ ഒരു പെട്രോൾ അപ്പൊ ആ സമയത്തൊക്കെ മഹീന്ദ്ര ഡീസൽ എഞ്ചിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പൈസ വേണ്ടി ചെലവാക്കിയത്. അതിന്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ വണ്ടിയിലിരിക്കുന്നത്. 700 ഈ 700 ഇരിക്കുന്നത് മാത്രമല്ല, എന്നായാലും ശരി, താറായാലും ശരി, റോക്സ് എല്ലാത്തിലും ഈ സെയിം സാധനം തന്നെയാണ്. പെട്രോൾ നോക്കിയില്ലേ? പെട്രോൾ എന്റെ ഫ്രണ്ട് യൂസ് ചെയ്യണ്ട, അവന് 7-8 മൈലേജ് ഇത്തിരി കുറവാ. പിന്നെ ഇത്തിരി വലിപ്പമുള്ള വണ്ടിയല്ലേ, കുറച്ചുകൂടെ സുഖവും കിട്ടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടണം. പക്ഷെ ഡീസലാന്ന് തോന്നില്ല അല്ലെ? സൗണ്ടും ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഓടിച്ചോളുന്ന ഒരു സൗണ്ട്. പെട്രോളിന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഇതിന് ഡീസൽ വണ്ടിയാന്ന് തോന്നില്ലല്ലോ. അത് ഒരുപാട് മാറിയിട്ടുണ്ട് എഞ്ചിന്റെ കാര്യത്തില് അല്ലെ? നല്ലൊരു ഫെനറുള്ള എഞ്ചിനാണ്. 500ന്റെ നിർത്തിയിട്ടാണ് 700 അവർ ഇറക്കിയത്. ഈ വണ്ടി നോക്കുമ്പോ 500 700 തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല. എവിടേക്കോ ഒളിച്ച് അല്ല, ഓൾമോസ്റ്റ് അങ്ങനെയാണ് വണ്ടി തോന്നാ. അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു അപ്ഗ്രേഡ് ആ 500 തന്നെ പറഞ്ഞിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു, 700 ആക്കണ്ടെന്നുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു ഫസ്റ്റ്. പിന്നെ നമ്മള് നോക്കുമ്പോ റോഡിൽ കൂടെ പോകുമ്പോ ഫസ്റ്റ് കാണുമ്പോ 700, ആ 500 കണ്ടിട്ട് 700 കാണുമ്പോ അത്ര അങ്ങോട്ട് പുതുമ തോന്നിയിരുന്നില്ല. ശരിയാണ്. പെട്ടെന്ന് കാണുമ്പോ പിന്നീട് ബാക്കിലൊക്കെ ഒരുപാട് മാറ്റം ബാക്കിൽ വരുന്നുണ്ട്. പക്ഷെ ഫ്രണ്ടില് ആ ഡയലൈറ്റ് റണ്ണിംഗ് ലാമ്പില്ലേ, അത് ഇങ്ങനെ കത്തി കിടന്ന് പോണ കാണാനൊരു പ്രത്യേക രസമൊക്കെ ഉണ്ട്. ഇപ്പൊ അത് അവര് സിഗ്നേച്ചർ ആയിട്ട് ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ട് EV-കൾക്കൊക്കെ എല്ലാത്തിനും ആ ഒരു മോഡലിലേക്ക് ഇപ്പൊ എല്ലാവരും അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇത് ചെയ്ത് നിൽക്കുന്നത് ഇവർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈറ്റ് ടാറ്റയ്ക്കൊക്കെ വരുന്നത് ഇങ്ങനെ ഓടി കളിച്ചിറക്കും. അത് കാണുമ്പോ ഒരു രസമൊക്കെ ഉണ്ട്, ഇല്ല ഞാൻ പറഞ്ഞില്ല.
എനിക്ക് പലപ്പോഴും തോന്നിയത് ഇതിന്റെ റിയർ ആണ് കുറച്ചും കൂടെ ഭംഗി തോന്നുന്നത് അല്ലേ? റിയർ നല്ല ഈ തള്ളി നിൽക്കുന്ന തള്ളി നിൽക്കുന്നതൊക്കെ. അല്ലേ? ആ പിന്നെ ഇതൊരു വേറെ പ്രത്യേകിച്ച് ഇത് ഇപ്പോ മെറ്റൽ അല്ല, ഇത് ഫൈബറിനെ കൊണ്ടാണ് ഈ ബാക്ക് മാത്രം ചെയ്തേക്കുന്നത്, ഡിക്കി മാത്രം ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ X5 ഈ ക്യാമറ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇൻബിൽട്ട് അല്ലത്, നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാ. അത് ചെയ്തതാണല്ലേ? ഇപ്പൊ ഉള്ളത് ഇൻബിൽട്ട് ആയിട്ട് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു എക്സ് എന്തോ ഒരു X5 തന്നെ വേറെ എന്തൊരു ഇതിന് താഴെയുള്ള ഒരു മോഡൽ കൂടെ ഇറക്കിയിട്ടുണ്ട്. ലക്ഷറി അങ്ങനെ എന്തോ മോഡൽ. നമ്മളത് X5 ആണ്. ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ അതിൽ അലോയൊന്നും ഇല്ല. അതിലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. അത് അപ്ഗ്രേഡേഷൻ, അത് അവരുടെ മാർക്കറ്റ് സ്ട്രാറ്റജി. ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. നിലവില് ഇത്രയും ദിവസത്തെ ഈ ഉപയോഗം കൊണ്ട് എന്താണ് ഒറ്റ വാക്കിൽ ഇപ്പൊ മേടിക്കാൻ പോകുന്ന ഒരാളോട് പറയാനുള്ളത്? നല്ല വണ്ടിയാണ്, നല്ലൊരു ഓപ്ഷനാണ് വണ്ടി എടുക്കാനുള്ളത്. ഇപ്പൊ ഒരു ക്രെറ്റയൊക്കെ നോക്കുന്ന ആള് ഒരു 7 സീറ്ററിന് വേണമെന്നുണ്ടെങ്കിൽ ക്രെറ്റയുടെ ഒക്കെ ഫുൾ ഓപ്ഷൻ, ഇതിന്റെ ഒക്കെ ഒരു ഫുൾ ഓപ്ഷൻ പോണ ആൾക്ക് ഈ X5 എന്നുള്ള ഒരു മോഡല് എന്തായാലും ഓക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ 7 സീറ്റർ ഉണ്ട്, 7 സീറ്റർ യൂസ് ഉള്ളപ്പോ യൂസ് ചെയ്താൽ മതി. എത്ര വെച്ചാൽ ഇത്രയും കൂടി പവർ ഒക്കെ ഉള്ള ഒരു എഞ്ചിൻ വേണം എന്നുള്ള ഒരാൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് യൂസ് ചെയ്യണം. പിന്നെ ഫാമിലി വലുതുള്ളവർക്കൊക്കെ ബാക്ക് റോ ഇപ്പൊ എല്ലാ 7 സീറ്ററുടെയും ഇതൊക്കെ തന്നെയാണ് കട്ടതൊക്കെയുള്ള അവസ്ഥയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കല്യാണം, ചെറിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ഒരു 7 ആളൊക്കെ ആയിട്ട് സുഖമായിട്ട് പോവാനും എല്ലാവരും കൂടി കേട്ടി പോവാം. അങ്ങനത്തെ ഒരു ഇതിനൊക്കെ എത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ പാനറമിക് സൺറൂഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫാൻസി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ആദ്യമൊക്കെ ഈ സൺറൂഫിന്റെ സിംഗിൾ പെയിൻ സൺറൂഫ് അറിയുന്നില്ലേ? ആ സമയത്ത് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ് ഉണ്ടാകാറുണ്ട്, ചേട്ടാ സൺറൂഫ് നല്ല അതിന്റെ പേര് പൊടിയന്ത്രം അല്ലേ? അല്ല, നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മളിപ്പോ ഇതൊന്നും നമ്മുടെ നാട്ടിലേക്ക് വേണ്ടിയുള്ള ഒരു സാധനമല്ല. യൂറോപ്പ് രാജ്യങ്ങൾക്ക് അവിടെയൊക്കെ പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്ലേസുകളിലേക്കൊക്കെയാണ് ഇത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇതില്ലാണ്ട് ആരും വണ്ടി എടുക്കുന്നില്ല. അത് പൊടിയന്ത്രം എന്ന് പറഞ്ഞാലും എല്ലാവരും ഇതില്ലാത്തവരാരും വണ്ടി എടുക്കാൻ പോണ സമയത്ത് എല്ലാവരും നോക്കണം സൺറൂഫ് ഉണ്ടോ എന്നല്ലേ നോക്കണേ. പ്രത്യേകിച്ച് കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നോക്കും. പിന്നെ ഇത് സ്കോർപിയോ ലൈൻ ഒരു പ്രോബ്ലം ഉണ്ട്, അത് പാനറോമിക് അല്ല, സിംഗിൾ പെയിൻ ആണ്. പക്ഷെ അതൊരു വലിപ്പമുണ്ട് കുറച്ച് അല്പം. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് അല്ലാണ്ട് ഇങ്ങനെ ഇതിന് ബോഡി റോള് ഒട്ടില്ല. ഞാൻ കൂടുതലും ബാക്ക് സീറ്റിൽ നിന്ന് യാത്ര ചെയ്യാറില്ല. ഡ്രൈവർ അല്ലെങ്കിൽ കോ ഡ്രൈവർ അനിയനുണ്ട്. അപ്പൊ ആളോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആൾ ഓടിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് കോ ഡ്രൈവർ ആയിട്ട് ഇരുന്നിട്ടാണ് വണ്ടി ഓടിക്കുക. ബാക്ക് സീറ്റിലൊന്നും ഞാൻ അങ്ങനെ ഇരുന്ന് ഓടിച്ചിട്ടില്ല. എനിക്ക് ഇരുന്നിടത്തോളം. പിന്നെ വൈഫിനോട് ചോദിക്കുമ്പോൾ ആളും കമ്പാരേറ്റീവ്ലി വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. പിന്നെ XUV ആണ്, കുറച്ചൊക്കെ ബോഡി റോൾ ഉണ്ടാവും. അത് ഇത്തിരി വേണം. അല്ലെങ്കിൽ പിന്നെ XUV എന്ന് പറയാൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള കാരണം കൊണ്ട് നോക്കാം. 200 ഉണ്ട്. നമ്മൾ പ്രീമിയം വണ്ടിയിലേക്ക് പോവാണെങ്കിൽ ഈ ഓപ്ഷൻ ഇത്രയും എഞ്ചിൻ പവർ തന്നെയാണ് നമുക്ക് എല്ലാ വണ്ടികൾക്കും കിട്ടാൻ പോകുന്നത്. മേലക്കുള്ള എഞ്ചിൻ പവർ ഒരു വണ്ടിക്കും ഇല്ല. കംഫർട്ട് കൂടുതലുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞില്ല. പിന്നെ ഒരു XUV-ലേക്ക് പോകണമെങ്കിൽ ഒരു പ്രീമിയം വണ്ടികൾ എടുക്കുമ്പോൾ അവരുടെ ബേസ് മോഡൽ XUV എടുത്തിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ടോപ്പ് തന്നെ എടുക്കണം. ടോപ്പ് അങ്ങനെയല്ല, മനസ്സിലാക്കിയ ഇപ്പൊ X1 അതേപോലെ GLA അതൊന്നും എടുത്തിട്ടൊന്നും കാര്യമില്ല. അതിട്ട് മുകളിലത്തെ മോഡൽ എടുക്കുമ്പോഴാണ് അവരുടെ കുറെ കൂട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടുള്ളൂ. ഇപ്പൊ 3 സീരീസ് X3 അങ്ങനത്തെ മോഡലുകളൊക്കെ എടുക്കും. അപ്പൊ അങ്ങനെ കമ്പാരേറ്റ് വെച്ച് നോക്കുമ്പോ 70 മേലേക്കാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ പോകുന്നത്. വെറും 26 ലക്ഷം. അപ്പൊ നമ്മളെ വണ്ടി എടുക്കാനുള്ള കുറെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അവരോട് ഞാൻ എന്താ പറയാനുള്ളത്? അല്ല, വണ്ടി നല്ല വണ്ടിയാണ്. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രെറ്റയൊക്കെ നോക്കുന്ന ടോപ്പ് എൻഡ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനും പവറും അത്യാവശ്യം മൈലേജും ഒരു 14 മൈലേജ് നമുക്ക് എങ്ങനെ പോയാലും കിട്ടുന്നുണ്ട്. എനിക്ക് ഓടിക്കുമ്പോൾ സിറ്റിയിലല്ല, ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ. സിറ്റിയിൽ ഇപ്പൊ തൊട്ടുള്ള ട്രാഫിക്കിലൊക്കെ ചിലപ്പോൾ നമുക്ക് 12 ഒക്കെ കിട്ടായിരിക്കുള്ളൂ. കണ്ടിന്യൂസ്ലി എനിക്ക് 14 മേലെ കിട്ടിയിട്ടുള്ള സംഭവമുണ്ട് ഹൈവേയിൽ പോകുമ്പോൾ. അതൊരു 60 to 50 ഉള്ളിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ 14 മേലെ എങ്ങനെ പോലും കിട്ടും. അത് ഓക്കെയാണ്, എന്നെ സംബന്ധിച്ച് ഓക്കെയാണ്. ചിലവർക്ക് പ്രിഫറൻസ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അവർക്ക് കുറെ കൂടി മൈലേജ് കിട്ടുന്നുണ്ടാവും. മഹേന്ദ്ര വാഹനങ്ങൾ പൊതുവെ മൈലേജ് നോക്കി ആരും മേടിക്കാറില്ല. സേഫ്റ്റി ഉണ്ട്, പവർ ഉണ്ട്. ഇപ്പൊ 5 സ്റ്റാർ എല്ലാവർക്കും ഉണ്ട്. പിന്നെ സർവീസ് ആണ് കൂടുതൽ ആൾക്കാർ നോക്കണം അല്ലെ? സർവീസിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ.
എനിക്ക് 4000 ഇപ്പൊ എന്തെങ്കിലും ബില്ല് കിടക്കുന്നുണ്ട്, അതിന് കോപ്പി കിടക്കുന്നുണ്ട്. 4001 4005 അങ്ങോട്ടാണ് വന്നേക്കുന്നത്. അത്ര ആയിട്ടുള്ളൂ. ഈ ഇറാമിന്റെ സർവീസ് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, Okay. എനിക്ക് ഒരു പ്രോബ്ലം വന്നു, അത് അതിനോട് എല്ലാവരും അത് നിങ്ങളത് സോർട്ട് ഔട്ട് ചെയ്ത് തന്നു. പിന്നെ ഇപ്പൊ എന്ത് കാര്യത്തിനും വിളിച്ച വെളിപ്പുറത്തുണ്ട്. എക്സിക്യൂട്ടീവ്സ് ആയാലും ഇപ്പൊ ഈവൻ ഞാൻ പറഞ്ഞല്ലോ അവരുടെ മാനേജർ സർവീസ് GM ആളൊക്കെ ഒരു വാക്ക് വിളിച്ചാൽ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യും. എവിടെ ഉണ്ടെങ്കിലും നമുക്ക് റെസ്പോണ്ട് ചെയ്ത് നമ്മളോട് ഇന്ന ആളെ പോയി കണ്ടോ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ടോപ്പ് എൻഡ് എന്താ നോക്കാതിരുന്നേ? അല്ല, ടോപ്പ് എൻഡ് ഞാൻ പറഞ്ഞല്ലോ ഇത് 26,000. അന്ന് ടോപ്പ് എൻഡിന് 31ന്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ വണ്ടി എടുത്തു, എനിക്ക് ടൗണിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇഗ്നിസ് എടുത്തു. അപ്പൊ 2 വണ്ടി വൈഫിന് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇല്ലാത്തപ്പോ അധികം ഇത് യൂസ് ചെയ്യാറില്ല, ചെറിയ വണ്ടിയാണ് യൂസ് ചെയ്യാറ്. അപ്പൊ ഈ വണ്ടി എടുക്കാൻ ഇരിക്കുന്നവർക്ക് അല്ലേ, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് വണ്ടി ഓക്കെയാണ്. ഒരുപാട് വണ്ടികൾ ഉപയോഗിച്ചു അല്ലെ, ജീപ്പ് കോമ്പസും ബെൻസും പോലുള്ള അല്ലേ. പക്ഷെ എനിക്ക് കോമ്പസിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം സൈസ് വൈസ് വലുപ്പമുണ്ട്, ഹൈറ്റ് ഉണ്ട്. കുറച്ചും കൂടി ഹൈറ്റിലിരുന്ന് പിന്നെ എഞ്ചിൻ പവർ ഇപ്പൊ അത് 175 ഇത് 185 അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. ടോർക്ക് വ്യത്യാസമുണ്ട്. അത് 300 350 തോന്നുന്നു കോമ്പസ്, ഇത് 400 തന്നെ. അതിലൊരു ടോർക്ക് വ്യത്യാസം ഉണ്ട്. അത് നോക്കുമ്പോ വണ്ടി കുറെ കൂടി കംഫർട്ടാണ്. പിന്നെ പ്രൈസ് നോക്കണം. കോമ്പസിന്റെ ഒരു ഓട്ടോമാറ്റിക് മോഡലിന് 38ന്റെ അടുത്തോളം പോകുന്നുണ്ട്. 36 38 ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഫുൾ മോഡൽ നമുക്ക് 31 രൂപ കിട്ടും. ഇന്ത്യൻ നിർമ്മിത വാഹനം, അത് ഇന്ത്യൻ നിർമ്മിതം. സർവീസ് കോസ്റ്റ് അപ്പോൾ ഡിഫറൻസ് വരുന്നുണ്ട്. എങ്ങനെ പോലും ഞാനിപ്പോ കൺഫേം ആയിട്ട് പറഞ്ഞു, ഫസ്റ്റ് സർവീസിന് 10,000 രൂപ എന്തായാലും വരും. 4,000 രൂപ സെക്കൻഡ് സർവീസ്. ഫസ്റ്റ് സർവീസ് 1000 10,000 സർവീസിൽ എനിക്ക് 4,000 രൂപ വന്നു. അവർക്ക് വരുമ്പോ 15,000 സർവീസ് വരണേ. പക്ഷെ 15 രൂപ മിനിമം വരും, ഉറപ്പ് പറയണം. എനിക്ക് ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും നമ്മളോട് ബാലിച്ചനാണ്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നിങ്ങൾക്കും എനിക്ക് വേണ്ടി ചെലവാക്കിയത് ഈ വണ്ടീനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളും പിന്നെ കുറച്ച് ഉണ്ടായ കാര്യങ്ങളും അല്ലേ. അത് വലിയൊരു സംഭവമല്ല, കാരണം ഒരു പുതിയ വണ്ടി എടുക്കുമ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ തിരിഞ്ഞു വരാനല്ലേ സമയം എടുക്കും. അത് ചിലവർക്ക് കിട്ടുന്ന ലോട്ടറി എന്ന് പറയില്ലേ. അതെ. ചിലപ്പോൾ നല്ല ഇതായിരിക്കും, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, ചിലവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും റെസ്പോണ്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് തരാനുള്ള ഒരു ഇതാണ്. അതില്ലെങ്കിലാണ് നമ്മളെന്തിനു വണ്ടി എടുത്തത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് 3-4 പ്രാവശ്യമായാലോ ഈ DPFന്റെ പ്രോബ്ലം കാണിക്കണേ, ഇതെന്ത് ഇങ്ങനെ കാണിച്ചോണ്ട്. ഇതിപ്പോ ഇന്ത്യൻ മേഡ് എടുത്താറുണ്ടാണ്, വേറൊരു പ്രോബ്ലം എടുക്കുമ്പോൾ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഷോറൂം പക്ഷെ ആള് വന്ന് എന്ന് അറ്റൻഡ് ചെയ്തോ അന്ന് തുടങ്ങി. പിന്നെ അപ്പൊ പിന്നെ അന്ന് നമുക്ക് വണ്ടി കൊണ്ടുപോയി ഒരു റീപ്ലേസ് വണ്ടി വന്നു. അത് ശരി. അതേത് വണ്ടി വന്ന്? അത് മറാസോ കൊണ്ടിട്ട് തോന്നുന്നു, സാർ ഇത് യൂസ് ചെയ്തോ, ഞങ്ങൾ ഇത് കൊണ്ടുപോയി ശരിയാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകുന്നില്ല. ഈ XUV700 നിങ്ങൾക്ക് പറ്റിയ വാഹനമാണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അല്ലെ. പറ്റിയ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കാം. അപ്പൊ അത് ഉപയോഗിച്ച 4000 കിലോമീറ്റർ ഉപയോഗിച്ച ബാലിച്ചേട്ടന്റെ അഭിപ്രായമാണ് ഈ കണ്ടത്. അപ്പോൾ ചേട്ടന്റെ വിലപ്പെട്ട സമയം നമുക്ക് ചെലവഴിച്ച് നന്ദി. അപ്പൊ നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് മറ്റു ദിവസം കാണാം.